നമസ്കാരം, ടാരോട്ട് വേൾഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ടാരോട്ട് കാർഡുകൾ വഴി നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ടാരോട്ട് കാർഡുകൾ വഴി തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഒരു 3 കാർഡ് സ്പ്രെഡാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരും നോക്കാം. കാർഡ് ഇവിടെ റിവീൽ ചെയ്യാണ്. ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സ് ആണ്. ഓക്കെ, അതുപോലെ നമുക്ക് അതിൻ്റെ ഒരു ഷാഡോ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഹീറോഫെൻറ്റ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് ഈ ഒരു റീഡിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഫയറിൻ്റെ ഒരു യാത്രയാണ്. അതായത് നിങ്ങളൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു യാത്രയിലാണ് എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആശയം കിട്ടിക്കാണണം മുൻപ്. അതിൽ നിങ്ങൾ എഫേർട്ട് എടുത്ത് മുന്നോട്ട് വന്നിട്ട് അതിലൊരു ചെറിയൊരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് അധികം ദൂരത്തല്ലാണ്ട് കിട്ടി കാണണം ഓൾറെഡി. അപ്പോൾ അതിന് ശേഷമുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ ലൈഫ് പാത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ ഒരു റീഡിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, അതായത് ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള സ്റ്റേജാണ്. ആ സ്റ്റേജ് അത്തരം ഒരു സ്റ്റേജിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു റീഡിൽ യൂണിവേഴ്സ് നിങ്ങളോടായി പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു പക്ഷേ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാവാം, അതായത് നിങ്ങൾ ഫാമിലിയിൽ നിന്നുള്ളാവാം, ഫാമിലിയിൽ നിന്നുള്ള വ്യക്തികൾ തന്നെയാവാം, അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ, അങ്ങനെ വ്യക്തികളിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിരോധം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കാരണം അവരുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു മാറ്റം ഇഷ്ടമല്ല. അതായത് മാറ്റത്തിന് പൊതുവെ ആരും അത്ര അക്സെപ്റ്റ് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ നിങ്ങളൊരു റിസ്ക് എടുത്തിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആശയം ഉണ്ടായിരിക്കും, ധാരണ ഉണ്ടായിരിക്കും, എങ്ങോട്ട് പോകണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ധാരണ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ഈ പറയുന്ന പോലെ കൂടുതലുള്ള ആൾക്കാർക്ക് ആക്സെപ്റ്റബിൾ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അവർ നിങ്ങൾക്ക് സപ്പോസ് ഒരു ജോലി ഉണ്ട് എങ്കിൽ ആ ജോലിയിൽ മുന്നോട്ട് പോകാൻ മാത്രമേ ഫോളോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ വേറെ ഒരു ഉയർച്ചകളൊന്നും ഉണ്ടാവില്ല, നോർമൽ സെനാരിയോയിൽ പോയിക്കൊണ്ടിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയെ മറികടന്നിട്ട് നിങ്ങൾ പോയാൽ മാത്രമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഒരു വിജയമായാലും അതിൽ ഒരു അംഗീകാരമായാലും ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാത്രമല്ല അതൊരു മൊത്തത്തിൽ നിങ്ങളുടെ മാത്രമാവില്ല, ഒരു കൂട്ടം ആൾക്കാർക്കുള്ള വിജയം നിങ്ങളിലൂടെ ചിലപ്പോൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രൊജക്റ്റ് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഡ്രീം കണ്ടിട്ടുള്ളതും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണം എന്നുള്ളത് തന്നെയാണ് ഈ സമയത്ത് ടാരോട്ട് കാർഡുകൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രതിരോധത്തിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അവരൊരിക്കലും അത് സമ്മതിക്കാനും സാധ്യതയെ കുറവാണ്. അപ്പോൾ അതിനെ മറികടന്ന് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോകാനായിട്ട് പരമാവധി ശ്രമിക്കുക. കാരണം ഈ ഒരു ഘട്ടത്തിനെ മറികടന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു റീഡിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊരു ജനറൽ റീഡ് മാത്രമാണ്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ലൈഫിലൊരു ബ്ലോക്കേജിൽ പെട്ടെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്കിൽ പെട്ടെടുക്കുക, അതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് തീർച്ചയായും ഒരു ടാരോട്ട് കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായും അതൊരു പുതിയൊരു വെളിച്ചം അല്ലെങ്കിൽ ഒരു പുതിയൊരു വഴിത്തിരിവ് ടാരോട്ട് റീഡിങ്ങിലൂടെ അല്ലെങ്കിൽ ടാരോട്ട് കൺസൾട്ടേഷനിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു. പിന്നെ ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.